നിറഞ്ഞ മറിയമേ, നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവിനാകുന്നു. ദൈവമാതാവായ വിശുദ്ധമേ, ഭാവിയുള്ള ആദ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ പ്രഭാതം മുതൽ ഞങ്ങൾക്ക് ദേവാലയത്തിലെ ആരാധനയിലും മറ്റു പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചു. വീണ്ടും കർത്താവെ, കൂട്ടായ ഒരു പഠന പരിശ്രമത്തിന്റെ ഭാഗമായി അടിയങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുന്നു. അവിടുത്തെ ദൈവിക സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പഠിക്കുവാനുള്ള കൃപയും അതിനുള്ള ജ്ഞാനവും അതിനുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് തന്നെ ഞങ്ങളുടെ ഗുരുവായി, ശ്രേഷ്ഠ ഗുരുവായി കൂടെ ഇരിക്കണമേ. അങ്ങയെക്കുറിച്ചും അങ്ങയുടെ തിരുവചനത്തിലെ സത്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ അറിയുന്നത് പോലെ തന്നെ അങ്ങയുടെ സഭയെക്കുറിച്ചും സഭയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെയും പഠിക്കുവാനുള്ള അവസരവും ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത് പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരിതിനു വേണ്ടി ചിലവാക്കുന്ന സമയവും അധ്വാനവും ഫലപ്രദമായ തിരുവാണ്ടക്കൊണ്ടുടെ ആകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഒരു വാക്ക് അച്ഛനെ പറ്റി ഒന്ന് സംസാരിച്ചോട്ടെ. എല്ലാവർക്കും അച്ഛനെ അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട എന്ന് എനിക്കറിയാം. തമ്പാൻ അച്ഛൻ നമുക്ക് നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സഭ വളരുന്നു എന്ന ക്ലാസ് തന്നെ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എടുത്തതാണ്. അച്ഛൻ ഇപ്പോ ഡാലസ് സെയിന്റ് തോമസ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛന്റെ ക്ലാസ് നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. അച്ഛനെ ഈ ക്ലാസ്സിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. നമ്മളിപ്പോ എത്ര പേരുണ്ട്? 26. ഞാനും കൂടെ ഉൾപ്പെടെയാ 26. ആരുടെയും മുഖമൊന്നും കാണുന്നില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ കഴിയുന്ന വിധത്തിലാണെങ്കിൽ ഓണാക്കുക. ആരൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ. ഹലോ. തോമസ് വർഗീസ്. ഓക്കെ, നമുക്കത് പിന്നീട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സഭ വളരുന്നു എന്ന സഭാചരിത്ര പ്രവേശിക, അത് അതിന്റെ അടിസ്ഥാനത്തിൽ സഭാചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്തി നോക്കുക എന്ന് പറയുമ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത്, സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അത് വളരെ വിപുലമായ ഒരു പഠനം ആവശ്യമാണ്. വളരെ ഡീപ്പായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഫാദർ ഡോക്ടർ VC സാമുവലാണ്. അദ്ദേഹം സെമിനാരിയിൽ എൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ എഴുതിയ തീസിസിന് അദ്ദേഹമാണ് എന്നെ ഗൈഡ് ചെയ്തത്. ശമുവലച്ചന്റെ പാണ്ഡിത്യം അത്രമാത്രം അതിനെ ഉപമിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. സഭാചരിത്രത്തിൽ മാത്രമല്ല, തിയോളജി ആയാലും ക്രിസ്റ്റോളജി ആയാലും ഇനിയും ലാംഗ്വേജസ്, അത് സിറിയക്കായാലും ഗ്രീക്കായാലും ഒക്കെ ഹീബ്രു ആയാലും ഒക്കെ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു സഭാപിതാവായിരുന്നു.
ഡോക്ടർ വി സി സാമുവൽ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ മുൻപിൽ ശിരസുകൾ നമിച്ചുകൊണ്ടാണ് ഈ പുസ്തകം തുറക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം തന്നെ മലങ്കര സഭയുടെ ചരിത്രം അത് കലർപ്പില്ലാതെ ശരിയായ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ്. വി സി ശമലച്ചൻ ഇത് എഴുതുമ്പോൾ ഇത് ദിവ്യബോധനത്തിന്റെ, അതായത് അൽമായ പഠിതാക്കൾക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് എഴുതിയത്. ആ പുസ്തകം, ഈ ഒരു ചെറിയ പുസ്തകം കൊണ്ട് മലങ്കര സഭാ ചരിത്രത്തിന്റെ ഒരു ചരിത്ര വിവരണം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് പല പുസ്തകങ്ങൾ ഇതിനെ സംബന്ധിച്ച് മലങ്കര സഭയുടെ ചരിത്രത്തെ പറ്റി ലഭ്യമാണ്. പക്ഷെ നമ്മളിപ്പം ഈ ഒരു പുസ്തകത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പഠനം നടത്തുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് പല യൂണിറ്റുകളുണ്ട്. ഓരോ യൂണിറ്റിനും പല പാഠങ്ങളുണ്ട്. ആദ്യത്തെ ഒരു യൂണിറ്റാണ് ആരംഭവും വിദേശ ബന്ധവും എന്നുള്ളത്. ഈ ചരിത്രം പഠിക്കുമ്പോൾ പറയാനായിട്ടുള്ളത്, ഇതിനോടൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ അതിനെ വ്യത്യാസപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ചരിത്രം എപ്പോഴും ചരിത്രമാണ്. ഹിസ്റ്ററി ഈസ് ട്രൂത്ത്. അതുകൊണ്ട് മറ്റ് പുസ്തകങ്ങൾ പഠിക്കുന്ന പോലെയല്ല. ഇപ്പം പുതിയ നിയമം പഠിക്കുമ്പോഴോ പഴയ നിയമം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹിത്യ പഠന ശാഖകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ അതിൽ ചേർത്ത് അതിനെ പരിപുഷ്ടിപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷെ ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ അത് സാധ്യമല്ല. അത് എപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അപ്രകാരം നമ്മൾ കണ്ടെത്തുകയും പഠിക്കുകയുമാണ് ആവശ്യമായിരിക്കുന്നത്. ആണ് ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരംഭവും വിദേശ ബന്ധവും എന്ന് പറയുമ്പോൾ മലങ്കര സഭയുടെ ആരംഭം എവിടെയായിരുന്നു, എപ്രകാരമായിരുന്നു, അതിന് ഇടക്കാലത്തുണ്ടായ വിദേശ ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 1-ൽ പാഠം 1-ൽ ഒരു പ്രാരംഭവും അതുപോലെ തന്നെ മലങ്കര സുറിയാനി സഭ എന്നുള്ള ഒരു സബ് ടൈറ്റിലുണ്ട്. പാശ്ചാത്യ മിഷൻ എന്നുള്ള ഒരു സബ് ടൈറ്റിലുണ്ട്. അന്ത്യോക്യൻ ബന്ധം അടിസ്ഥാനമാക്കിയുള്ള വാദം, അതുപോലെ തന്നെ ഗ്രന്ഥം ഉപയോഗിക്കേണ്ട വിധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ സബ് ടൈറ്റിലുകൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രാരംഭം എന്താണെന്ന് നമുക്ക് നോക്കാം. മലങ്കര സഭയുടെ പാരമ്പര്യം അല്ലെങ്കിൽ അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും മാർത്തോമാ ശ്ലീഹായിലാണ്. മാർത്തോമാ ശ്ലീഹ മലങ്കര സഭ സ്ഥാപിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചു എന്നുള്ളത് വളരെ വിശ്വാസപരമായ ഒരു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന് ചരിത്രപരമായ സാധ്യതകളും അല്ലെങ്കിൽ തെളിവുകളും അതിനെ ഖണ്ഡിക്കുന്ന മറ്റ് അതിനെ എതിർക്കുന്ന രേഖകളൊക്കെയും എല്ലാ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഈ സഭ സ്ഥാപിതമായി കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ട് വരെ അത് പേർഷ്യൻ സഭാ ബന്ധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. 16-ാം നൂറ്റാണ്ട് വരെ. അതിനുശേഷം ഇപ്പൊ 16-ാം നൂറ്റാണ്ടിലാണ് ഈ പാശ്ചാത്യ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അതായത് പോർച്ചുഗീസുകാരുടെ വരവ്. അതോടുകൂടിയാണ് സഭയ്ക്ക് ഒരു വിഭജനം ഉണ്ടാകുന്നത്. കത്തോലിക്ക വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും എന്നുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പാശ്ചാത്യ മിഷണറിമാരുടെ സ്വാധീനമുണ്ടാകുന്നു. അവിടെയാണ് പിന്നീട് ഈ പ്രോട്ടസ്റ്റന്റ്
സഭകൾ ഉണ്ടാകുവാൻ ഇടയാകുന്നത്. അപ്പോൾ ഈ 16-ാം നൂറ്റാണ്ട് വരെ അവിഭാജ്യമായി നിലനിന്ന മലങ്കര ഓർത്തഡോക്സ് സഭയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുവരെ സഭയ്ക്കുണ്ടായിരുന്ന ബന്ധം പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു, അല്ലാതെ അന്ത്യോക്യൻ സഭയുമായിട്ടല്ല. മറ്റേതെങ്കിലും, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുമായിട്ടോ മറ്റേതെങ്കിലും സഭയുമായിട്ടോ ഉള്ള ബന്ധം 16-ാം നൂറ്റാണ്ട് വരെ സഭയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിഭാജ്യമായി ഒരു അൺഡിവൈഡഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, ഒരു വെർജിൻ നേച്ചർ സഭയ്ക്കുണ്ടായിരുന്നു. മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഉള്ള ഒരു സഭയായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി മലങ്കര സുറിയാനി സഭ എന്ന് ഉള്ള അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് മലങ്കര സഭയെ ആണ്. അത് മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നെല്ലാം പേരുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികൾ പുരാതന കാലം മുതൽ ഇന്ത്യയുടെ തെക്കേ കോണിൽ അധിവസിക്കുന്നു എന്നുള്ള ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ നമ്മളെ അറിയപ്പെട്ടിരുന്നത് മാർത്തോമ ക്രിസ്ത്യാനികളെന്നും അതുപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളെന്നും ഉള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ എത്തിയതായിട്ടും ഒരു സഭാ വിഭാഗത്തിന് രൂപം കൊടുത്തതായിട്ടൊക്കെയും മനസ്സിലാക്കുന്നുണ്ട്. അത് വെറും പാരമ്പര്യം മാത്രമല്ല, പുരാതന കാലം മുതൽ നമ്മൾ മനസ്സിലാക്കി വന്നിരുന്ന ഒരു പ്രബലമായ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിരുന്നു മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചു എന്നുള്ള ഒരു വലിയ വിശ്വാസം. അത് ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലാണ് അതിന്റെ ആരംഭമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലേക്കും സഭ പ്രചരിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് പ്രബലമായി വളരുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കേരളത്തിലെ സഭ മാത്രമാണ് വളരെ ശേഷിയുള്ള ഒരു സാമുദായിക ജീവിതം പുലർത്തി വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 16-ാം നൂറ്റാണ്ട് വരെയും ഒന്നായിരുന്ന ഈ സഭ അതിനുശേഷം പല വിഭജനങ്ങൾക്കും വിധേയമായി. അതാണ് നമ്മൾ കണ്ടത്. ആ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായ പോർച്ചുഗീസുകാരുടെ ആഗമനവും രാഷ്ട്രീയ ആധിപത്യവും കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ ഗുരുതരമായി ബാധിച്ചു എന്നാണ്. അപ്പോൾ 1599 വളരെ പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നുണ്ട്. അത് കൊച്ചിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഡയാംബർ എന്ന് ആ സ്ഥലത്തിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡയംബർ എന്നാണ് പറയുന്നത്. അതിന്റെ മലയാള പദമാണ് ഉദയംപേരൂർ. ചിലപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരിക്കും. അവിടെ വെച്ച് നടന്ന ഒരു സുന്നഹദോസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സുന്നഹദോസിന്റെ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മെത്രാപ്പോലിത്തന്മാർ മാത്രം അല്ലെങ്കിൽ എപ്പിസ്കോപ്പന്മാർ മാത്രം സംബന്ധിക്കുന്നതാണല്ലോ സുന്നഹദോസ്. അന്ന് പള്ളി പ്രതിപുരുഷന്മാരും അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരെല്ലാം ചേർന്നിരുന്നുകൊണ്ട് കൂടി ആലോചിക്കുന്ന ഒരു ഈ സുന്നഹദോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉദയംപേരൂർ സുന്നഹദോസ് കൂടുന്നത് പോർച്ചുഗീസിൽ നിന്ന് അല്ലെങ്കിൽ വന്നതായ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ദി മെനസിസ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലാണ്. അത് 1599 അത് കൂടുമ്പോൾ അതുവഴി കേരളത്തിലെ സഭയെ മുഴുവൻ പോർച്ചുഗീസിന്റെ അധീനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ 50 വർഷത്തോളം അല്ലെങ്കിൽ 54 വർഷത്തോളം അത് അങ്ങനെ തുടർന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. വളരെ വളരെ അവരുടെ അതിശക്തമായ പ്രവർത്തനവും പ്രചരണവും അല്ലെങ്കിൽ മലങ്കര സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കൊണ്ടുവരുവാൻ റോമൻ കത്തോലിക്ക നുകത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഫലവത്തായി തീർന്നു. അങ്ങനെ ആ
റോമൻ കത്തോലിക്ക സ്വാധീനത്തിൽ വന്ന സഭ 54 വർഷം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ 54 വർഷവും അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതായിട്ട് കാണുവാൻ സാധിക്കും. 1653 നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള കൂനൻ കുരിശ് സത്യം അവിടെ മട്ടാഞ്ചേരിയിൽ ഉണ്ടാകുന്നത്. 1653 മട്ടാഞ്ചേരിയിൽ വെച്ചുണ്ടായ കൂനൻ കുരിശ് സത്യത്തിന് ശേഷമാണ് സഭ രണ്ടായിട്ട് പിളരുവാനായിട്ട് ഇടയായത്. അങ്ങനെ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കത്തോലിക്ക ബന്ധത്തിൽ നിന്ന്, റോമൻ കത്തോലിക്ക ബന്ധത്തിൽ നിന്ന് സഭ സ്വാതന്ത്ര്യം പുലർത്തി. അങ്ങനെ പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ നിലനിൽക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിച്ചു. 2 ചേരികളായി അവിടെ അത് പിരിയുകയാണ്. 2 ചേരികളായിട്ട് പിരിയുമ്പോൾ ഒന്ന് റോമൻ കത്തോലിക്ക ബന്ധത്തിലും മറ്റൊന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച പൗരസ്ത്യ സഭാ സ്വഭാവത്തിലും നിലനിൽക്കുവാനായിട്ട് പരിശ്രമിച്ചതായിട്ട്, അല്ലെങ്കിൽ അന്നു മുതൽ അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ 16-ാം നൂറ്റാണ്ട് വരെയുള്ള മലങ്കര സഭ ചരിത്രത്തിൽ മറ്റാരുടെയും കടന്നുകയറ്റമില്ല, യാതൊരു വൈദേശിക ബന്ധങ്ങളുമില്ല. 16-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 16-ാം നൂറ്റാണ്ട് വരെയും മലങ്കര സഭ പേർഷ്യൻ സഭയുടെ ബന്ധത്തിലായിരുന്നു കഴിഞ്ഞു പോകുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ റോമൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അവർ നിർബന്ധിച്ച് നമ്മളെ അതിന്റെ കീഴിൽ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1653 സഭ അതിൽ നിന്ന് വിടുതൽ നേടി സ്വതന്ത്രമായ സുറിയാനി പാരമ്പര്യത്തിൽ തന്നെ നിലനിൽപ്പാനായിട്ട് പരിശ്രമിച്ചു. അത് ഫലവത്താകുകയും ചെയ്തു. വളരെ പ്രസിദ്ധമായ ഒന്നാണല്ലോ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് പാശ്ചാത്യ മിഷൻ എന്നുള്ളതാണ് അടുത്തത്. പോർച്ചുഗീസ് മിഷന്മാര് പുരാതന മലങ്കര സഭയെ സ്വാധീനത്തിലാക്കുവാൻ വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചത്. കേരളത്തിലെ കടലോരങ്ങളിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും മതപ്രചരണം നടത്തി റോമൻ കത്തോലിക്ക സഭയുടെ സമ്പർക്കത്തിൽ കഴിയുന്ന സമൂഹങ്ങളെ സംഘടിപ്പിച്ചു. മാർത്തോമ ക്രിസ്ത്യാനികൾ സഭാപരമായി സുറിയാനി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി വരുന്നു. എന്നാൽ ഈ റോമൻ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഭാഗം ലത്തീൻ ഭാഷ, അപ്പൊ 2 ഭാഷകൾ അവിടെ അവരുടെ ആരാധനാ ഭാഷയായിട്ട് ആ വേർതിരിവിനോട് കൂടെ വരുന്നുണ്ട്. ഒന്ന് ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം, മറ്റേ വിഭാഗം സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നവരായിട്ടും മാറ്റപ്പെടുന്നുണ്ട്. ഇപ്പൊ 2 സഭാവിഭാഗങ്ങളായി 2 ഭാഷ ആരാധന ഭാഷയായിട്ട് ഉപയോഗിക്കുന്ന 2 വിഭാഗങ്ങളായിട്ട് മാറി. അപ്പോൾ 16-ഉം 17-ഉം നൂറ്റാണ്ടുകളിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പാശ്ചാത്യ പ്രോട്ടസ്റ്റന്റ് മിഷണറിമാര് ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് പ്രോട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ ഭാരതത്തിൽ ഉടലെടുക്കുവാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ആദ്യം 1 പിന്നീട് 2 ഇപ്പോൾ 3 വിഭാഗമായി. ഓർത്തഡോക്സ് അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ, അതിനുശേഷം റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിൽ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടായി. ഇപ്പോൾ വീണ്ടും 18-ാം നൂറ്റാണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും പാശ്ചാത്യ മിഷണറിമാര് ഭാരതത്തിൽ വരാൻ തുടങ്ങി. അതോടുകൂടി പ്രോട്ടസ്റ്റാനിസം ഭാരതത്തിൽ ഉടലെടുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം 3 തരത്തിലുള്ള സഭാവിഭാഗങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിലായി. ഇനിയും അന്ത്യോക്യൻ ബന്ധം അടിസ്ഥാനമാക്കിയുള്ള വാദം എന്താണെന്ന് നോക്കാം. ഇപ്പൊ അന്ത്യോക്യൻ ബന്ധം അടിസ്ഥാനമാക്കിയുള്ള വാദം എന്ന് പറയുമ്പോൾ മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമാണെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത് ആദിമകാലം മുതൽ പ്രത്യേകിച്ച് നിഖ്യാ സുനോദോസിനെ തുടർന്ന് മലങ്കര സഭ അന്ത്യോക്യയുടെ അധീശത്വം സ്വീകരിച്ചു എന്നുള്ള ഒരു വാദം
കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുന്ന ആരാണെന്ന് ചോദിച്ചാൽ E.M. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നതിനകത്ത് കാര്യമായിട്ടുള്ള ചരിത്രപരമായ സത്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് VC ശാമുവലച്ചൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതായത് AD 325 നടന്ന നിഖ്യാ സുന്നതോസിനെ തുടർന്ന് അന്ന് മുതലെങ്കിലും അന്ത്യോക്യ സഭയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് E.M. ഫിലിപ്പോസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ VC ശാമുവലച്ചൻ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഈ രണ്ടാമത്തെ ആശയം ഖണ്ഡിക്കുവാൻ കാരണം 325 നടന്ന നിഖ്യാ സുന്നതോസിന്റെ പേരിൽ 9ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഗ്രന്ഥത്തിന്റെ പേര് അറബിക് കാനോൻ എന്നാണ്. അപ്പോൾ 325 അതായത് 4ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം എഴുതുന്നത് എന്നാണ് 9ാം നൂറ്റാണ്ടിൽ. അതിന്റെ പേര് അറബിക് കാനോൻ എന്നാണ്. പക്ഷെ അത് ആരാണ് എഴുതിയതെന്ന് വ്യക്തമല്ല. അതിനകത്ത് പറയുന്നു മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിനെ നമുക്ക് പണ്ഡിതോചിതമായിട്ട് കാണുവാനോ അല്ലെങ്കിൽ ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവും അതിലുള്ളതായിട്ട് കാണുവാനോ സാധിക്കില്ലെന്നാണ് ഗ്രന്ഥകർത്താവായ VC ശാമുവലച്ചൻ നമ്മെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1907 ഈ ഫിലിപ്പോസിന്റെ ഗ്രന്ഥം എഴുതുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിലെ ആ പാണ്ഡിത്യ നിലവാരത്തെ കുറിച്ചൊക്കെ VC ശാമുവലച്ചൻ വളരെ പുച്ഛമായിട്ട് കാണിക്കുന്നുണ്ട്. E.M. ഫിലിപ്പോസ് സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ സഭയുടെ ഭാഗമായിരുന്നെന്നോ അല്ലെങ്കിൽ ബന്ധമായിരുന്നെന്നോ ഉള്ള രീതിയിൽ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസിന്റെ പുസ്തകത്തിന്റെ അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് ഇതിനോടൊപ്പം സഭയിൽ പ്രചാരം ലഭിച്ചതാണ് ഗ്രിഗോറിയോസ് ബാറബ്രായയുടെ എക്ലീസിയാസ്റ്റിക്കി എന്ന് പറയുന്ന സഭാചരിത്രം. എക്ലീസിയാസ്റ്റിക്കി എന്ന് പറഞ്ഞാൽ സഭാചരിത്രം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ എക്ലീസിയാസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഗ്രിഗോറിയോസ് ബാറബ്രായാണ്. അദ്ദേഹം അതിൽ ഈ ഗ്രന്ഥത്തിൽ അതിന്റെ മലയാള വിവർത്തനമൊക്കെ നമുക്കിപ്പോൾ ലഭ്യമാണ്. 1934 ആദ്യമായിട്ട് കാതോലിക്ക ദിനം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഒരു മലയാള വിവർത്തനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് 1286 ബാറബ്രായ നിര്യാതനാകുന്നത്, അദ്ദേഹം കാലം ചെയ്യുന്നത്. അപ്പോൾ ഈ കൃതി 15ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെയും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അന്ത്യോക്യം സുറിയാനി സഭാചരിത്രം പരാമർശിക്കുന്നതിലേക്ക് വിപുലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗ്രന്ഥത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ ഇന്ന് മലങ്കരയിൽ ലഭ്യവുമത്രേ. അടുത്ത വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അതിലെങ്ങും തന്നെ മലങ്കര സഭ സ്ഥിതി ചെയ്തിരുന്നതായി പോലും ചൂണ്ടിക്കാണിക്കുന്നില്ല. അഥവാ മലങ്കര സഭ പൂർവ്വകാലം മുതൽ അന്ത്യോക്യയുടെ മേൽക്കോയ്മ സ്വീകരിച്ചു വന്നു എന്നത് ആധുനിക കാലങ്ങളിൽ മലങ്കരയിൽ നടക്കുന്ന ഒരു വാദം മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന ബാറബ്രായയുടെ എക്ലീസിയാസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് പരാമർശിക്കുന്നില്ല. മലങ്കര സഭ എന്ന ഒരു സഭ നിലനിന്നിരുന്നു എന്ന് പോലും അദ്ദേഹം അവിടെ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു വാദം മാത്രമാണ് എന്നാണ് ഈ ഗ്രന്ഥകർത്താവ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി അന്ത്യോക്യർ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാരണത്താൽ ബാറബ്രായയുടെ നിലപാടുകളെ വിമർശന വിധേയമാക്കുകയല്ലാതെ ഇവിടെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല. എനിക്ക് അല്പം ശബ്ദത്തിന്റെ പ്രയാസമുണ്ട്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അല്പം പ്രയാസമായിരുന്നു. അലർജിയും അതിൻ്റെ കൂടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിയായിട്ട് ഇതിനകത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് എക്സ്ക്യൂസ് മീ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് 16ാം നൂറ്റാണ്ട് വരെ മാർത്തോമാ ശ്ലീഹായുടെ സഭാസ്ഥാപനം മുതൽ 16ാം നൂറ്റാണ്ട് വരെ യാതൊരു
വിദേശ ബന്ധങ്ങളും കൂടാതെ നിലനിന്ന ഒരു സഭാവിഭാഗമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. 16-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധമുണ്ടാകുകയും വളരെ എന്താ പറയുക നിർബന്ധിച്ച് മലങ്കര സഭയെ അതിന്റെ റോമൻ കത്തോലിക്ക നുകത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. 1599 നടന്ന ഉദയംപേരൂർ സിനോദോസിൽ. അതിനുശേഷം 1653 വരെ ആ സ്വാധീനം നിലനിന്നു. 1653 മലങ്കര സഭയിലെ പിതാക്കന്മാർ ഒരു കൂനൻ കുരിശ് സത്യമെന്ന് ഉള്ള ഒരു സത്യത്തിലൂടെ ആ റോമൻ കത്തോലിക്ക മുഖം വലിച്ചെറിയുന്നു. എന്നാൽ 2 വിഭാഗങ്ങളായിട്ട് നിലനിൽക്കേണ്ടതായിട്ട് വന്നു. ഒന്ന് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ നിൽക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് സ്വതന്ത്രമായി മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നിലനിൽക്കുന്ന മറ്റൊരു വിഭാഗം. 17-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും വിദേശ മിഷണറിമാരുടെ ആഗമനം, അവിടെ പ്രോട്ടസ്റ്റാനിസം ഉണ്ടാകുന്നു. പിന്നെ മലങ്കര സഭയും ഈ അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ, നിലപാടുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ബാരബ്രായയുടെ ഗ്രിഗോറിയസ് ബാരബ്രായയുടെ എക്ലിസിയാസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ അറബിക് കാനൂൻ എന്ന് പറയുന്ന 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മറ്റൊരു പുസ്തകം. ഇതിലൊന്നും തന്നെ നമുക്ക് വ്യക്തമായി മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ കീഴിലായിരുന്നു എന്ന് പറയുവാനായിട്ട് യാതൊരു തെളിവുകളും യാതൊരു വിധമായ അടിസ്ഥാനങ്ങളും അതിലില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഈ 1-ാമത്തെ പാഠം നമ്മൾക്ക് തരുന്നതായിട്ടുള്ള വിവരണം. പിന്നെ ഈ പുസ്തകം ഉപയോഗിക്കേണ്ടതിന് അതിന്റെ വിധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് ചില ചോദ്യങ്ങൾ അവസാനം കൊടുത്തിട്ടുണ്ട്. ഓരോ പാഠങ്ങളുടെയും അവസാനം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പഠിക്കുന്ന ആളുകൾ അത് ഈ പുസ്തകം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ഞാനിപ്പോ ചെയ്യുന്നത്, ഇത് പുസ്തകത്തിലേക്കുള്ള ഒരു പ്രവേശിക്കാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളാണ് ഇത് പഠിക്കേണ്ടത്. ഈ പുസ്തകം വെറുതെ വായിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഗൈഡ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛന്മാരിത് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് വായിക്കണം, വായിച്ച് പഠിക്കണം. പഠിച്ചിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. മലങ്കര സഭാ ചരിത്രത്തിൽ കേരളത്തിലെ സഭയ്ക്ക് ഉള്ള പ്രാധാന്യം എന്ത്? അതൊരു ചോദ്യമാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനം മൂലം 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ഏതെല്ലാം സഭാവിഭാഗങ്ങൾ മലങ്കര സഭയിൽ രൂപമെടുത്തു? അത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സഭകളെ പൊതുവിൽ ഏതെല്ലാം സഭാ പാരമ്പര്യങ്ങൾ ഉൾപ്പെട്ടവയായി പരിഗണിക്കാം? അവസാനത്തെ ക്വസ്റ്റ്യൻ, സഭാ ചരിത്ര പഠനത്തിൽ നാം സഗൗരവം നിലനിർത്തേണ്ട ആദർശം എന്ത്? അത് ഈ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിന് മുൻപ് കിടപ്പുണ്ട്. ചരിത്രം സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. മലങ്കര സഭയുടെ പൂർവ്വചരിത്രം വേണ്ടവണ്ണം പരാമർശിക്കുവാൻ പര്യാപ്തമായ പൂർവ്വരേഖകൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അവയെ ഇതിനകം മറ്റു ചരിത്രകാരന്മാർ ഉപയോഗിച്ച് അവരുടെ നിഗമനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും അവലംബിച്ച നിലപാടുകൾ വിമർശനാതീതങ്ങളല്ല. അപ്പോൾ നമ്മൾ സഗൗരവം നിലനിർത്തേണ്ട ആദർശം എന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ സഭയുടെ ആദ്യം മുതലുള്ള ഒരു സ്വതന്ത്ര സ്വഭാവം, സ്വാതന്ത്ര്യ കാംക്ഷ, അത് അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ പിതാക്കന്മാര് അല്ലെങ്കിൽ നാം ഓരോരുത്തരും അതിന്റെ പാരമ്പര്യത്തിലാണ് നിലനിൽക്കുന്നത്. സഭയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വലിയ കാംക്ഷ അന്നും ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ടത്. 2-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാമോ? 1-ാമത്തെ പാഠത്തിൽ അച്ഛന് തൊണ്ടയ്ക്ക് കുഴപ്പമൊന്നും
തോന്നുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാന് ചില പ്രയാസമുണ്ട്, സാരമില്ല. ഓക്കെ, ഇച്ചിരി വെള്ളം തന്നെ ഒന്ന് കുടിച്ചേ. വേണം, കുടിക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ പാഠത്തെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുണ്ടോ ആർക്കെങ്കിലും? അച്ഛാ, ഇത് കുഞ്ഞാണ് സാൻ ആന്റോണിയോന്ന്. ആ. ഒരു ക്വസ്റ്റ്യൻ, ഈ മാർ എബ്രായുടെ റൈറ്റിംഗ്സിനെ പറ്റി അച്ഛൻ സൂചിപ്പിച്ചു. അപ്പം നമുക്ക് മലങ്കര സഭയ്ക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹിന്റ് ആ ബുക്കിനകത്തുണ്ടോ, അതോ സൂചന ഇല്ലെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്? മാർ എബ്രായുടെ പുസ്തകത്തിൽ മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ മലങ്കര സഭയെന്ന ഒരു സഭാ വിഭാഗം ലോകത്തിൽ ഉണ്ടായിരുന്നതായിട്ടോ അദ്ദേഹം പരാമർശിക്കുന്നില്ലെന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പം പിന്നെ എങ്ങനെയാ മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു സ്ഥാപിക്കാൻ സാധിക്കുന്നത്? അപ്പൊ നമ്മളെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മാർ എബ്രായി പോലും മലങ്കര സഭയെ അന്ത്യോക്യയുടെ കീഴിലായിട്ട് കണ്ടിരുന്നില്ല എന്ന് മാത്രം കരുതിയാൽ മതി. അതെ, അതെ. ഈ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് രേഖകളാണ് അവർ പറയുന്നത്. ഒന്ന് അറബിക് കാനോൻ, മറ്റൊന്ന് മാർ എബ്രായയുടെ എക്ലേസിയാസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം. ഇത് രണ്ടിലും വേണ്ട തരത്തിലുള്ള തെളിവുകളോ അടിസ്ഥാനങ്ങളോ മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുവാനായിട്ട് കാണുന്നില്ല എന്നാണ് വിശി ശമലിച്ചൻ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണെന്ന് പറയുന്നത്. പൂർവ്വകാലം മുതൽ അന്ത്യോക്യയുടെ മേൽക്കോയ്മ സ്വീകരിച്ചു വന്നുവെന്ന് ആധുനിക കാലങ്ങളിൽ മലങ്കര സഭയിൽ നടക്കുന്ന വാദം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇനിയുള്ള തുടർന്നുള്ള പാഠങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഈ മാർ എബ്രായുടെ ഇമ്പോർട്ടൻസ് നമ്മൾ കുറച്ച് മനസ്സിലാക്കുമായിരുന്നു. മാർ എബ്രായുടെ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും മാർ എബ്രായ അല്ല, ബാർ എബ്രായ. സോറി, യെസ്, ഗ്രിഗോറിയോസ് ബാർ എബ്രായ. ഓക്കെ, എന്തോ മാർത്തോമാ ശ്ലീഹ വന്നിട്ട് പിന്നെ ഉദയംപേരൂർ സുന്നഹദോസ് വരെ, അതുവരെ വെർഷൻ അതിൽ മാത്രം ഉണ്ടായിരുന്നു. അതുവരെ നിലനിന്ന സഭയുടെ പേരാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ. അവർക്കുണ്ടായിരുന്ന ബന്ധം, ഏക സഭാ ബന്ധം എന്ന് പറയുന്നത് പേർഷ്യൻ സഭയുമായിട്ടാണ്, അന്ത്യോക്യൻ സഭയുമായിട്ടല്ല. അത് കഴിഞ്ഞിട്ടാണ് അത് ഈ എന്താ പറയുന്നത്, ഈ പറങ്കികൾ അവർ വന്നു കഴിഞ്ഞാണ് ആ വിദേശ മേൽക്കോയ്മയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കുന്നത്. പറങ്കികൾ എന്ന് പറഞ്ഞാല് അവര് പോർച്ചുഗീസുകാർ. താങ്ക് യു. പോർച്ചുഗീസുകാർ വന്നിട്ട് അവരുടെ മേൽക്കോയ്മയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും കുറെ കാലം അത് ആ രീതിയിൽ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് സഭ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ഈ പറയുന്ന 1653 കൂനൻ കുരിശോടെ സഭ അതിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഒരു പിളർപ്പുണ്ടാകുന്നുണ്ട്. ഒരു വിഭാഗം കത്തോലിക്ക സ്വാധീനത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് സാബു നൈനാനാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അടുത്തിടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ക്ലോസ് ഞാൻ കണ്ടത്, നിക്കിയ സുന്നഹദോസിന്റെ ഡിസിഷനില് ഈ ഇന്ത്യയിലെ സഭ അന്ത്യോക്യൻ സഭയുടെ അണ്ടറിലായിരിക്കണമെന്നൊരു ഡിസിഷൻ സുന്നഹദോസ് എടുത്തതായിട്ടുള്ള ഒരു ക്ലോസ് പ്രചരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒരു ഡിസിഷൻ നിക്കിയ സുന്നഹദോസ് എടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ് വാലിഡ് ആണോ? അത് വാലിഡ് അല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ അത് കാണും. ഈ ഇന്ത്യ എന്നുള്ള ഒരു സംജ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇതിനകത്ത് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയായിരുന്നു ഈ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത്. അന്നത്തെ ഒരു അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മലങ്കര സഭയെ കുറിച്ചല്ല പറയുന്നത്.
ഓക്കെ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മലങ്കരയിലുള്ള ആ തിയോളജിക്കൽ ആ വിശ്വാസം തന്നെ ആയിരുന്നോ പേർഷ്യൻ സഭയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന 16? അതാണോ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാമോ? അത് പേർഷ്യൻ സഭ എന്ന് പറയുമ്പോൾ നെസ്റ്റോറിയൻ വിശ്വാസമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നെസ്റ്റോറിയൻ വിശ്വാസമാണ് പേർഷ്യൻ സഭ നിലനിർത്തിയിരുന്നത്. അപ്പോൾ കുറെ നാള് സഭ നെസ്റ്റോറിയൻ പാരമ്പര്യത്തിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൂടെ മലങ്കരയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അന്ത്യോക്യയിലേക്ക് ഹെൽപ്പിന് ചോദിച്ചതെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമല്ലേ? അത് വേറൊരു ക്വസ്റ്റ്യൻ. അത് നമുക്ക് പഠിക്കാൻ പിന്നീട്. ഓക്കെ. എന്തുകൊണ്ടാണ് അന്ത്യോക്യയെ സമീപിക്കേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. താങ്ക് യു അച്ഛാ. ഓക്കെ. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് പുരാതന കാലങ്ങളിലെ കേരളം എന്നുള്ള ഒരു ടൈറ്റിലാണ്. അതിന്റെ സബ് ടൈറ്റിൽ കേരളം എവിടെയാണ്, കേരളത്തെ പറ്റി ലഭ്യമായ രേഖകൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയ സ്ഥിതി അല്ലെങ്കിൽ വാണിജ്യ സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് കാണുവാനായിട്ട് പോകുന്നത്. കേരളം എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ സമുദ്ര തീരത്തോട് ചേർന്ന് കിടക്കുന്ന 350 മൈലോളം നീളത്തിൽ കിടക്കുന്ന വളരെ ചെറിയ ഒരു ഭൂവിഭാഗമാണ് കേരളം എന്ന് പറയുന്നുണ്ട്. 15,002 ചതുരശ്ര മൈൽ മാത്രമാണ് കേരളത്തിന്റെ വിസ്തൃതി. അപ്പോൾ ഇതൊന്നും ചരിത്രവുമായിട്ട് വലിയ ബന്ധമുള്ള കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. പക്ഷെ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മളത് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ കിഴക്കേ അതിർത്തി എന്താണ്, പടിഞ്ഞാറ് അതിർത്തി എന്താണ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ കേരളം എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് വടക്കൻ ഭാഗങ്ങളുമായിട്ട് ബന്ധമില്ലാതെ മാറിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ട്, അത് ചരിത്രപരമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും ഒക്കെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് അന്നത്തെ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ച് ലഭ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. അത് ആരാണ് എഴുതിയതെന്ന് വ്യക്തമല്ല. ഒരു അജ്ഞാത കർത്താവാണ്, അനോണിമസ് റൈറ്ററാണ്. അതുപോലെ പ്ലീനി, ടോളിമി ഇങ്ങനെയുള്ള വിവരങ്ങൾ നൽകുന്നവരാണ്. എന്താ അവർ തരുന്നതായിട്ടുള്ള രേഖകൾ? കേരളത്തിന് വിദേശങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുവാനുള്ള തെളിവുകളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ സുലഭമായ കുരുമുളക്, ചുക്ക്, കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങൾ അവയ്ക്ക് വളരെ പ്രസിദ്ധമായിരുന്നു കേരളം. ഈ വിഭവങ്ങൾ ഗ്രീസ്, റോം, ചൈന തുടങ്ങിയ വിദേശങ്ങളിൽ നിന്നും വ്യാപാരികൾ വന്ന് വാങ്ങിക്കുകയും അങ്ങനെ ഈ കേരളവുമായിട്ടുള്ള ബന്ധം അന്ന് മറ്റ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അത് വെറും വാണിജ്യ ബന്ധമായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കണം. അത് സഭാപരമായ ബന്ധമല്ല, വാണിജ്യ ബന്ധമാണ്. എന്നാൽ ഇതിന് പുറമെ ക്രിസ്താബ്ദത്തിന്റെ ആദ്യത്തെ 5 നൂറ്റാണ്ടുകളോളം ഉൾക്കൊള്ളുന്ന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അത് സംഘകാലം എന്നാണ്. സംഘകാലം, ആദ്യത്തെ 5 നൂറ്റാണ്ടുകൾക്ക് പറയുന്ന പേരാണ് സംഘകാലം. ഈ സമയത്ത് കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. തമിഴ്നാട്. ആ തമിഴകത്തിലെ 3 സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു ചേര, ചോള, പാണ്ഡ്യ. 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 ഭരണം നടത്തിയിരുന്ന 3 രാജ കുടുംബങ്ങൾ: ചേര, ചോള, പാണ്ഡ്യ. ഇതില് തമിഴ് ഭാഷയിൽ എഴുതിയിരുന്ന അവരുടെ കൃതികളിൽ ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന. അപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എവിടെയാണ്? അപ്പോൾ ആദ്യമേ നമ്മൾ കണ്ടത് എന്താണ്? ടോളിമി, പ്ലീനി എന്നീ ആളുകളുടെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ. അതുപോലെ തന്നെ
പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻസ് എന്ന് പറയുന്ന ഒരു അനോണിമസ് റൈറ്ററുടെ രേഖകൾ. ഇതിലൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തെക്കുറിച്ച്, ഓർത്തിരിക്കണം, സഭാബന്ധമല്ല, വാണിജ്യ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവിടെ വാണിജ്യം? നമ്മുടെ കേരളത്തിൽ സുലഭമായി ലഭിച്ചിരുന്ന കുരുമുളക്, അതുപോലെ തന്നെ ചുക്ക്, കർപ്പൂരം, ഇതുപോലുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങളായ റോം, ചൈന, അതുപോലെ തന്നെ ഗ്രീസ്, ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് വാങ്ങിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, വാണിജ്യ ബന്ധം വേണമെങ്കിൽ തന്നെ യാത്രാ സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ കാണിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ കേരളം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തമിഴകവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നത്. ഒരു സ്വതന്ത്ര കേരള സംസ്ഥാനം ഇന്ന് കാണുന്ന പോലെ അന്നില്ലായിരുന്നു. ആ തമിഴകത്തിൽ ഉണ്ടായിരുന്ന 3 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ രാജവംശങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് ചേരം, ചോളം, പാണ്ഡ്യം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ പറ്റി ചില വിവരങ്ങൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്നവയാണ്. ഇപ്പോൾ തമിഴകത്തിൽ ഉൾപ്പെട്ടിരുന്ന 3 സ്വതന്ത്ര രാജ്യങ്ങളിൽ കേരളം ചേര രാജ്യത്തോട് ചേർന്നിരുന്നു. അപ്പോൾ ചേര രാജാക്കന്മാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. ആ രാജ്യത്തെ ഭരണം നടത്തിയിരുന്നത് പെരുമാക്കന്മാരായിരുന്നു. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹായ്ക്ക് കേരളത്തിൽ വരുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ചേര രാജാക്കന്മാര് കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നപ്പോൾ അവിടെ കേരളത്തിന് 5 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 5 പ്രദേശങ്ങൾ ആയിട്ട് വേർതിരിച്ചിരുന്നു. ഇപ്പം ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും അന്ന് 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. ഒന്ന് വേണാട്, കുട്ടനാട്, കുടനാട്, കോഴിനാട്, കാക്കനാട്. ഇങ്ങനെ 5 വിഭാഗം, 5 ജില്ലകളല്ല, 5 ഭാഗങ്ങളായിട്ട് കേരളം വിഭജിക്കപ്പെട്ടിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ അതിർത്തികളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നും ഇപ്പോൾ അവിടെ പ്രസക്തമല്ല. ഇപ്പോൾ ചേരനാട്ടില് പറഞ്ഞല്ലോ, കേരളം ചേരനാടിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ചേര രാജാക്കന്മാരായിരുന്നു കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നത്. അപ്പോൾ ചേര രാജാക്കന്മാരുടെ മക്കത്തായ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾക്കാണ്, മരുമക്കത്തായമല്ല, മക്കൾക്കാണ്. ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം ലഭിച്ചിരുന്നത് മക്കൾക്കായിരുന്നു. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ രാജകുടുംബത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ ഭരണാവകാശം കൈയേറ്റു വന്നു. ചേര രാജാക്കന്മാരിൽ സർവോപരി പ്രസിദ്ധി ആർജിച്ച അദ്ദേഹമായിരുന്നു ഉദയൻ ചേരൻ ആതൻ. ഈ പെരുമാക്കന്മാരുടെ രാജധാനി വഞ്ചിമുത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നു. അതെവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ സ്ഥലം പറയുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് കൊടുങ്ങല്ലൂര് ആയിരിക്കാം എന്നാണ് ഇവിടെ അനുമാനിക്കുന്നത്. അപ്പോൾ ആ കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുവരികയല്ല, അത് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചേര രാജാക്കന്മാരുടെ കീഴിലായിരുന്നു കേരളം. അവിടെ മക്കത്തായം നിലനിന്നിരുന്നു. അവിടെ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ വളരെ മതസഹിഷ്ണുതയുള്ളവരായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മതസഹിഷ്ണുതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് മതങ്ങളൊക്കെ കേരളത്തിലേക്ക് വരുവാനായിട്ടിടയായത്. അതായത് ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഇതെല്ലാം ഈ സമയത്താണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ മതസഹിഷ്ണുത അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ടോളറൻസ് ആണ് ഇതൊക്കെ ഇവിടെ വരുവാൻ കാരണം. അതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയും കേരളത്തിൽ വരുന്നതെന്ന് ഇവിടെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പൊ അന്ന് കേരളത്തിൽ നിലനിന്നിരുന്നത് ഈ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു. ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ സങ്കല്പിച്ച് മരങ്ങളും അതുപോലെ തന്നെ നദികളും മലകളും വൃക്ഷങ്ങളും ഒക്കെ ദേവന്മാരും ദേവികളുമാണെന്നുള്ള രീതിയിൽ അതിനെ ആരാധിച്ചിരുന്ന ഒരു ആരാധനാ രീതി നിലനിന്ന
പ്രദേശത്താണ് ഈ മതങ്ങളൊക്കെയും കടന്നു വരുന്നത്. അത് കടന്നു വരാൻ കാരണം അന്ന് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാര് മതസഹിഷ്ണുതയുള്ളവരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മതാധിഷ്ഠിതമായ ഈ ഈദൃശ പാരമ്പര്യങ്ങൾ ചോദ്യം ചെയ്യുന്നവയായിരുന്നു ജൈനമതവും ബുദ്ധമതവും. ദൈവത്തിലോ പ്രപഞ്ചത്തിന് അതീതമായ യാതൊരു പരാശക്തിയിലോ വിശ്വാസം ഉദ്ഘോഷിക്കാതെ ഐഹിക ജീവിത ശൃംഖലകളെ ഭേദിച്ച് ആധ്യാത്മികതയുടെ ആത്യന്തിക അനുഭൂതി പ്രാപിക്കുവാനുള്ള മർമ്മം അവ ഉപദേശിക്കുന്നു. അപ്പൊ ഈ ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഈ ദുരാചാരങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയെ ആരാധിക്കുന്നതിനെ ഒക്കെ ചോദ്യം ചെയ്ത് അതിൽ നിന്നുള്ള ഒരു വിമോചനം ഉണ്ടാകുന്ന അനുഭവത്തിലേക്ക് അവർ നയിച്ചു എന്നുകൂടി ഇവിടെ പഠിക്കുന്നുണ്ട്. വീണ്ടും ഈ മതങ്ങൾക്കും കേരളത്തിൽ അനുയായികളെ ഉളവാക്കുവാൻ സാധിച്ചു. ഇവയ്ക്കും പുറമെ ഹൈന്ദവ മതത്തിനും ഇവിടെ സ്വാഗതം ലഭ്യമായി. പ്രാകൃത മതത്തിലെ ദേവന്മാരും ദേവികൾക്കും ഹൈന്ദവ സിദ്ധാന്തം ഒരളവിൽ സ്ഥാനം നൽകുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയും അന്നത്തെ മത സാഹചര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന് വലിയ പ്രാധാന്യമൊന്നും നമുക്ക് കൊടുക്കാൻ ആവശ്യമില്ല. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അന്ന് ചേര രാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അവരുടെ കീഴിൽ വളരെ ഉള്ളവരായിരുന്നത് കൊണ്ട് ഏത് മതത്തിനും കേരളത്തിലേക്ക് വരുവാനായിട്ട് ഉള്ള അവസരമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ബുദ്ധമതമായാലും ജൈനമതമായാലും ഹൈന്ദവ മതമായാൽ പോലും അല്ലെങ്കിൽ ക്രൈസ്തവ മതവും അതിനെ തുടർന്ന് കേരളത്തിൽ വരുവാൻ കാരണമായത് അന്ന് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരുടെ വിശാലമായ മനസ്ഥിതി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അവരുടെ ടോളറൻസ് ആയിരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ പറയുന്നത്. അപ്പൊ വീണ്ടും പറയുന്നു, എല്ലാ മതങ്ങളെയും ബഹുമാനപൂർവ്വം വീക്ഷിക്കുന്ന കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിക്കുക സാധ്യമായിരുന്നു. വളരെ എളുപ്പത്തിൽ കേരളത്തിൽ ക്രിസ്തുമതത്തിന് സ്വീകാര്യത ലഭിക്കുകയാണ്. ക്രിസ്തുമതം സമാഗതമായതിനു ശേഷം അധികം താമസിയാതെ യഹൂദമതം കേരളത്തിൽ എത്തി എന്നാണ് പാരമ്പര്യം. അപ്പോൾ നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാരുടെ വരവ് വരെയും കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി അവിടെ യഹൂദ ഹാബിറ്റാറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന യഹൂദന്മാരുടെ കോളനികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ കൊടുങ്ങല്ലൂർ വിട്ടിട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലേക്ക് വന്ന് അവിടെ താമസം ഉറപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ആദ്യം മുതൽ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടത് ഇപ്രകാരമാണ്. അതായത് കേരളത്തിന്റെ സ്ഥാനം എവിടെ, കേരളം എന്തായിരുന്നു, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളമല്ല, അന്ന് തമിഴകവുമായിട്ട് കൂടെ ചേർന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഭരിച്ചിരുന്ന ചോള പാണ്ഡ്യ രാജാക്കന്മാരിൽ ചേര രാജാക്കന്മാരുടെ കീഴിലായിരുന്നു കേരളത്തിന്റെ ഭരണ കാര്യങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയും അതുപോലുള്ള കാര്യങ്ങളുമാണ് കേരളത്തിലേക്ക് മതങ്ങൾ വരുവാനായിട്ട് അന്ന് വരെയും പ്രകൃതിയെയും മറ്റും ആരാധിച്ചിരുന്ന പ്രാകൃതമായ ആരാധനാ രീതികൾ അവലംബിച്ചിരുന്ന ഒരു നടുവിലേക്കാണ് ഈ പറയുന്ന ഹൈന്ദവ മതമായാലും ബുദ്ധമതമായാലും ജൈനമതമായാലും ഒക്കെ വന്നു. അതിനുശേഷം കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് വളരുവാൻ തക്കവണ്ണമുള്ള അനുകൂലമായ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വാണിജ്യ സാധ്യത നമ്മൾ പറഞ്ഞല്ലോ. വാണിജ്യ ബന്ധം മറ്റ് രാജ്യങ്ങളുമായിട്ട്, റോം ആയാലും ചൈന ആയാലും ഗ്രീസ് ആയാലും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധം ഈ കേരളത്തിനുണ്ടായിരുന്നു. ഓർക്കണം, സഭാബന്ധമല്ല, വാണിജ്യബന്ധം. ക്രിസ്താബ്ദം 1-ാം ശതകത്തിൽ ക്രിസ്തുമതം, യഹൂദമതം ഇവ വിദേശങ്ങളിൽ നിന്നും കേരളത്തിലെത്തുക സാധ്യമായിരുന്നു. അത് നമ്മൾ കണ്ടല്ലോ. കേരളത്തിന് വിദേശങ്ങളുമായി ബന്ധം പുലർത്തുവാൻ ആവശ്യമായ സൗകര്യവും ഉണ്ടായിരുന്നു. ഇത് വളരെ വളരെ കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വാണിജ്യബന്ധം ഉണ്ടാകുന്നത്? അതിന് ഒരു വാണിജ്യബന്ധം ഉണ്ടാകണമെങ്കിൽ യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ
വിനിമയ മാർഗങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവിടെ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് കേരളത്തിലെ തുറമുഖങ്ങൾ ഇവിടെ സ്മരണാർഹമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് മുസറിസ് എന്ന് പറയുന്ന തുറമുഖം. അതിന്ന് ആ രീതിയിൽ തന്നെ മുസറിസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തുറമുഖമായിട്ടോ അവശേഷിക്കുന്നില്ല. പക്ഷെ അതിന്റെ ശേഷിപ്പുകൾ, അതിന്റെ ചരിത്രപരമായ പ്രാധാന്യമൊക്കെ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഗവേഷണം നടത്തിയ ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ മുസറിസ് എന്ന് പറയുന്നതാണ് കൊടുങ്ങല്ലൂർ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മുസറിസ് കൊടുങ്ങല്ലൂരിന്റെ അന്നത്തെ പേരായിരുന്നു. ഇന്നും നമുക്കറിയാം പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറി മാറി വരുന്നത്. ബർമ്മ, മ്യാൻമാർ ആയത് നമുക്കറിയാം. അതുപോലെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളുടെയും പേരുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളുടെയും പേരുകൾ ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മുസറിസ് എന്ന് പറയുന്ന സ്ഥലം കൊടുങ്ങല്ലൂരായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂര് വളരെ പ്രശസ്തമായ ഒരു തുറമുഖ പട്ടണമായിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു തുറമുഖമായിരുന്നു. അവിടേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളും അതുപോലെ യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യാനങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്താബ്ദം 1-ാം ശതകത്തിൽ വിദേശികൾ കേരളവുമായി വാണിജ്യ ബന്ധം നടത്തിയിരുന്ന വിവരം നമുക്കറിയാമല്ലോ. BC 1000 ഉള്ള കാലഘട്ടത്തിലായിരുന്നു ശലോമോൻ, ഇസ്രായേൽ രാജാവായിരുന്ന ശലോമോൻ ഭരണം നടത്തിയിരുന്നത്. ആ സമയത്ത് അദ്ദേഹം വിദേശങ്ങളിൽ നിന്ന് പല വിശേഷപ്പെട്ട സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമായിരുന്നു. സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ. ഇത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. 1 രാജാക്കന്മാർ 10:22 2 ദിനവൃത്താന്തം 9:21 കാണുന്ന കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന സാധനങ്ങൾ, ഈ 3-4 ഐറ്റംസ് എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, മയിൽ, കുരങ്ങ്. ഇതൊക്കെ സുലഭമായിരുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം. അത് ഇന്നും അത് തന്നെ. കേരളത്തിലെ ആനക്കൊമ്പായാലും കേരളത്തിലെ മയിലും കുരങ്ങും അല്ലെങ്കിൽ സ്വർണം, വെള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ സംഗതികളാണ്. അപ്പോൾ അന്ന് ഇതൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്ത് പോലും, അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് പോലും കേരളവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് മതിയായ തെളിവാണ് ഇതെന്ന് ഗ്രന്ഥകാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ നിവാസികൾ പൊതുവെ സാമ്പത്തിക സുഭിക്ഷത അനുഭവിച്ചിരുന്നവരാണ്. ജനങ്ങളുടെ സാധാരണ തൊഴിൽ കൃഷിയായിരുന്നുവെങ്കിലും മീൻപിടുത്തം, നെയ്ത്തുവേല, മരപ്പണി ആദിയായവയും പ്രചാരത്തിലുണ്ടായിരുന്നു. വിദേശ വാണിജ്യം മൂലം ഇന്നത്തെ പോലെ അന്നും കേരളീയർക്ക് വരുമാന മാർഗം ഉണ്ടായിരുന്നു. സമാധാനപരമായ സാമൂഹ്യ ജീവിതവും അവർ അനുഭവിച്ചു വന്നു എന്ന് പറയാവുന്നതാണ്. ഇപ്പൊ കേരളത്തിന്റെ അന്നത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ കൃഷിയും മരപ്പണിയും അല്ലെങ്കിൽ നെയ്ത്തുവേലയൊക്കെ തൊഴിലായിട്ടുണ്ടായിരുന്നെങ്കിലും ഈ വിദേശ വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പല സാധനങ്ങളും അവർക്ക് വിൽക്കുവാനും അതിൽ നിന്ന് പണം സമ്പാദിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളം സമ്പന്നമായ ഒരു ഒരു ഭൂപ്രദേശം കൂടിയായിരുന്നുവെന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഈ വിധത്തിലുള്ള മതപാരമ്പര്യങ്ങളും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതികളും നിലവിലിരുന്ന കേരളത്തിലായിരുന്നു ക്രിസ്താബ്ദം 1-ാം ശതകത്തിൽ ക്രിസ്തീയ സുവിശേഷം സ്മാഗതമായി പ്രചരിച്ചത്. അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ എത്തുന്ന സമയത്തുണ്ടായിരുന്ന മതപരവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള പശ്ചാത്തലത്തെ കുറിച്ചാണ് ഈ 2-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അവിടെയും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നുണ്ട്. ക്രിസ്തുമതത്തിന്റെ ആരംഭകാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് പഠിക്കുവാൻ സഹായിക്കുന്ന രേഖകൾ. പെരുമാക്കന്മാർ ആരായിരുന്നു? നമ്മൾ കണ്ടല്ലോ, ചേര രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് പെരുമാക്കന്മാര്. അത് 1-ാം നൂറ്റാണ്ടിലെ AD 55 മുതൽ 90 അല്ല 1 മുതൽ 55 വരെ, 55 മുതൽ 90 വരെയൊക്കെ ഭരിക്കുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള ചരിത്ര രേഖകളുണ്ട്. ആ സമയത്ത് അവരുടെ മതസഹിഷ്ണുതയും അവർക്ക് മറ്റു മതങ്ങളെയും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ അവർ പരിപോഷിച്ചിരുന്നു.
അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി വരുവാനായിട്ട് അനുകൂലമായ സാഹചര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർക്കണം, കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി മാർത്തോമാ ശ്ലീഹ കൊണ്ടുവന്നിട്ടില്ലെന്നും അല്ലെങ്കിൽ അന്നത് വരുവാൻ യാതൊരു സാഹചര്യവുമില്ലെന്നും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ല, ഇവിടെ സഭ അന്നു മുതൽ സഭ സ്ഥാപിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന തെറ്റായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനെ ഖണ്ഡിക്കുവാനായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. രണ്ടാമത്തെ പാഠം അതാണ്. ആദ്യ നൂറ്റാണ്ടുകളിലെ കേരളത്തിൽ നിലനിന്നിരുന്ന മതങ്ങളെ പറ്റി നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? കേരളവുമായി വാണിജ്യം നടത്തിയ വിദേശീയരാരെല്ലാം അവർക്ക് അതിനെന്ത് സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു? ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാഠം 2-3 പ്രാവശ്യം വീണ്ടും അത് വായിച്ചു വേണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. ഈ രണ്ടാമത്തെ പാഠത്തെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? തിരിച്ചു കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. എന്തോ എന്നോടാണോ? നമുക്ക് 1 മണിക്കൂറായെന്ന് തോന്നില്ലേ? അതെ അതെ, കഴിഞ്ഞ സമയമാവുന്നു. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മൾ 2 പാഠമേ കവർ ചെയ്തുള്ളൂ. ഈ 2 പാഠങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും കുറച്ചുകൂടെ സ്പീഡ് നമുക്ക് പോകാം അടുത്ത ആഴ്ച മുതൽ. ഓക്കെ, 1-2 പാഠങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളത് പുസ്തകം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തമാകും. നമുക്കിപ്പോൾ ഇന്ന് 35 പേര്, ഹോസ്റ്റും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ 34 പേര് സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മുഖം കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും നല്ല സാഹചര്യത്തിലായിരിക്കത്തിലിരിക്കുന്നതെന്ന് തോന്നുന്നു. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് രശ്മി എവിടുന്നാ? അൺമ്യൂട്ട് ചെയ്താൽ. ഷിക്കാഗോ. ഏത് പള്ളിയാ? ഞാൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി. രമ്യ അനിഷ് അൺമ്യൂട്ട് ചെയ്യാമോ? എഡ്മണ്ടൻ ആച്ചാ. എഡ്മണ്ടൻ, ഓക്കെ. റേച്ചൽ ഐഫോൺ. തോമസ് ഹൂസ്റ്റൺ. സെന്റ് തോമസ് ഹ്യൂസ്റ്റൺ, ഓക്കെ. ഒരു സംശയമുണ്ട്. ഈ നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതിയോ അതോ ഒരു സമ്മറി എഴുതിയാ? സമ്മറി എഴുതുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഒരു സമ്മറി നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ വെറും സമ്മറി മതിയായിരുന്നു, 2 പേജ്. ഇത് വളരെ സംക്ഷിപ്തമായിട്ട് വളരെ ചുരുക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഈ 2 പാഠങ്ങളുടെ ഉദ്ദേശം 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ നമ്മുടേതായിട്ടുള്ള വാക്കുകളിൽ എഴുതാവുന്നത്. ബെഞ്ചമിൻ എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്ത് ടീച്ചറാണ്. ഉമ്മൻ ആൻഡ് അന്നമ്മ, നിങ്ങൾ എവിടെയാണ്? എവിടെയാ? കേൾക്കുന്നില്ല. ഡിട്രോയിറ്റ്. മനസ്സിലായി. അത് കണ്ടപ്പോ ഇച്ചിരി. തോമസ് വർഗീസ്, അത് നമ്മുടെ ഹ്യൂസ്റ്റണിലല്ലയോ? റേച്ചൽ സൈഫോൺ ആരാ? അറിയാം. പിന്നെ ഭരതരപ്പള്ളത്തെ അല്ലേ? ഓക്കെ. എല്ലാവർക്കും ഒന്നും ഓക്കെ. നമുക്കെന്നാ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വരുന്ന ഞായറാഴ്ച മുതൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കുന്നു. എത്ര ക്ലാസ് ഉണ്ട് ഇതിന് പറയാമോ? ഹോസ്റ്റ് 4 എല്ലാ യൂണിറ്റും
ഓരോ യൂണിറ്റിൽ 2-3 സെഷൻ വെച്ചും ഓരോ പാഠത്തിലും 2-3 സെഷൻ യൂണിറ്റ് വെച്ചാണ് അവർ കഴിഞ്ഞ സെഷനിൽ തീർത്തുകൊണ്ടിരുന്നത്. ഉം. അപ്പം 2 classes per യൂണിറ്റ് അങ്ങനെ പോയാൽ ഒരു പക്ഷേ ഓക്കെ ഓക്കെ 8 ക്ലാസ്സും കൊണ്ട് നമുക്കല്ലേ ഒന്നാമത്തെ 9 യൂണിറ്റ് ക്ലാസ്സും കൊണ്ട് ഒന്നാമത്തെ യൂണിറ്റിൽ എത്ര പാഠം ഉണ്ടായിരുന്നു? ഞാൻ ബുക്ക് മാറ്റി വെച്ച ഒന്നാമത്തെ ഒരു second. ആറെണ്ണം ഉണ്ട്. അപ്പൊ 6 ഉണ്ട്. അപ്പം 3 വീതം എടുത്താല് അതെ. ഓക്കെ. അടുത്ത ആഴ്ച മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത ആഴ്ച ഒക്കെങ്കിൽ ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ശേഷിക്കുന്ന 4 പാഠങ്ങൾ തീർക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് അച്ഛാ യു. ഈ ബുക്ക് അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബുക്ക് എഴുതിയത് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ശമലച്ചനാണോ? അല്ലല്ല, അത് PS സാമുവൽ അല്ല. അതെ. ഇത് VC സാമുവൽ. ഓക്കെ. സെമിനാരിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. വളരെ ഒരു വൺ ഓഫ് ദ ടോപ്പ് തിയോളജിയൻസ് ഇൻ ദ വേൾഡ്. അത്ര തിയോളജി ആയാലും അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പാണ്ഡിത്യമായാലും ഭാഷാപരമായ പാണ്ഡിത്യമായാലും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതിലുണ്ടല്ലോ. ശരിയാ. ബുക്ക് കണ്ടില്ല. ഇതാണ് VC സാമുവലച്ചൻ. മറ്റേത് PS സാമുവല. ഓക്കെ, താങ്ക് യു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ദൈവമുള്ള നിന്റെ സ്ലീവായാൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള ഗുഹ, ശുദ്ധമുള്ള ഭവനങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നിലവിലും എല്ലാ സമയത്തിലും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം ഏവരോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആർക്കെങ്കിലും ബുക്കിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഗ്രൂപ്പിൽ ഈ ബുക്കിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അറിയിക്കുക, ഒന്നും കൂടെ ഷെയർ ചെയ്യാം. കൊച്ചമ്മ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി അലർജിയും ചുമയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച കുർബാന ചൊല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചൊല്ലി. ഓക്കെ, അപ്പം അടുത്ത ആഴ്ച ദൈവം താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ് എവരിബഡി. താങ്ക് യു. ബൈ. താങ്ക് യു അച്ഛാ. ബൈ.